ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ടെന്ന വിശേഷത്തിലേക്ക് കിടക്കാം. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഒരു ലൈക്കും ഒരു ഹൈപ്പും ഇപ്പൊ തന്നെ അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കണേ. അപ്പൊ നേരെ വിശേഷത്തിലേക്ക് തന്നെ കടന്നാലോ. ഫുഡ് കഴിക്കാൻ വന്നിരുന്നപ്പോഴാണ് രേവതിനെയും സച്ചിനെയും കണ്ടില്ല. അങ്ങനെ നമ്മുടെ ചന്ദ്ര ചോദിച്ചു, രേവതി സച്ചി എന്ത് ചെയ്യുന്നു? അപ്പൊ ശ്രുതി പറഞ്ഞ് അവര് റൂമിൽ അങ്ങാണ്ട് ഉണ്ടെന്ന്. അപ്പോഴത്തേക്കും ആണെങ്കിൽ നമ്മുടെ ശ്രീകാന്തും അതുപോലെ തന്നെ വർഷയും രവീന്ദ്രനും ഒക്കെ ഉണ്ട്. ഇപ്പൊ സച്ചിനെ രേവതിനെ അങ്ങനെ ഭക്ഷണം കഴിക്കുമ്പോൾ തിരക്കുന്ന ആളൊന്നും അല്ലല്ലോ ചന്ദ്ര. എല്ലാവർക്കും വല്ലാത്തൊരു അതിശയം. അപ്പൊ സച്ചിൻ രേവതിനെ കണ്ടില്ല. ഒരു കാര്യം ചെയ്യ് വർഷേ, നീ അവരെ പോയി റൂമിൽ ചെന്ന് വിളിച്ചോണ്ട് വരാൻ. ആരോടാണ്? നമ്മുടെ ശ്രുതിയോട് പറയാണ്. അപ്പൊ ശ്രുതി ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും വല്ലാണ്ട് അങ്ങ് ആയി പോവാ. ശ്രുതിക്ക് രേവതിയുടെയും സച്ചിയുടെയും എടുത്ത് ചെന്ന് രേവതിനെയും സച്ചിനെയും ഉണ്ണാനോ ഊട്ടാനോ ഒന്നും ഇഷ്ടമല്ലാത്തതാണ്. ഒരിക്കലും നമ്മുടെ ചന്ദ്ര അതിനൊന്നും സമ്മതിച്ചിട്ടുമില്ല ഇതുവരെ. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം. അപ്പൊ എല്ലാവർക്കും അതിശയം തോന്നൂല്ലോ. ഈ സമയത്ത് മനസ്സില്ലാ മനസ്സോടെ സച്ചി രേവതി ബാ ഫുഡ് കഴിക്കാം എന്ന് പറഞ്ഞ് പതുക്കെ ഇവിടെ ഒന്ന് വിളിക്കുകയാണ്. അപ്പോഴത്തേക്കും ചന്ദ്ര പറഞ്ഞു, അതൊന്നും പോരാ, നീ ഒരു കാര്യം ചെയ്യ, നീ അവരെ റൂമിൽ പോയി വിളിച്ചോണ്ട് വരാനും. അപ്പോഴത്തേക്ക് വീണ്ടും ദേഷ്യം വന്നിട്ട് സച്ചി രേവതി എന്നും പറഞ്ഞ് ഉറക്ക വിളിക്കുകയാണ്. അപ്പോഴത്തേക്കും നമ്മുടെ സച്ചി രേവതി എത്തിയിട്ടോ. അപ്പൊ സച്ചി ആണെങ്കിൽ, അല്ല പാർലർ എടുത്തി, ഇന്ന് എന്തൊക്കെയാ പാർലർ എടുത്തി സ്പെഷ്യല്? നമ്മൾ രവീന്ദ്രൻ പറഞ്ഞ് എല്ലാവരും ഇരുന്ന് കഴിക്കാൻ നോക്കാം, അപ്പൊ അറിയത്തില്ല സ്പെഷ്യൽ എന്താണെന്ന്, ചോദിക്കേണ്ട കാര്യമുണ്ടോന്ന്. അങ്ങനെ രേവതി സച്ചിയും വന്നിരുന്നു. അപ്പൊ നമ്മുടെ ചന്ദ്രൻ പറഞ്ഞു, എന്താടി നോക്കി നിൽക്കുന്നത്? നീ എന്താ ഞങ്ങളെ കൊണ്ട് കഴിപ്പിക്കാനിരിക്കുകയാണോ? ഞങ്ങൾ തന്നെ വിളമ്പണോ? നീ എടുത്തു തരണം, നീ എടുത്ത് തന്നാലേ എനിക്ക് കഴിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മുടെ രേവതി എന്നാ പിന്നെ ഞാൻ വിളമ്പി തരാന്ന് പറഞ്ഞുകൊണ്ട് എണീക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും മോൾ അവിടെ ഇരിക്കുക, മോൾ എണീക്കൊന്നും വേണ്ട, ദേ ഇവള് വിളമ്പി തരണം ശ്രുതി, മോൾ അവിടെ ഇരുന്നാ മതി എന്ന് പറഞ്ഞു. രേവതി അവിടെ ഇരുന്നു. രേവതിക്ക് അതൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല കേട്ടോ. പിന്നെ നമ്മുടെ ശ്രുതിയോടുള്ള ദേഷ്യമാണ്. ഏതായാലും ഈ സമയത്ത് വിളമ്പിയൊക്കെ കൊടുക്കാൻ വേണ്ടി തുടങ്ങിയപ്പോഴത്തേക്കും നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു, മോളെ ശ്രുതി, നീ ഒരു കാര്യം ചെയ്യും, നീ ഇവിടെ കസേര എടുത്തിട്ട് ഇരിക്കുക. ഓ പിന്നെ അവൾ ഇരിക്കുമൊന്നും വേണ്ട, അവള് പിന്നെ ഇരുന്നാ മതി. ഞാനേ അവളെ ഇരുത്താൻ വേണ്ടിയല്ല പറഞ്ഞത്, അവൾ എല്ലാവർക്കും വിളമ്പി തരണം. അപ്പോഴത്തേക്കും അവിടെ കറി ഇരുന്നു, അതെടുത്ത് ടേസ്റ്റ് ചെയ്തു നമ്മുടെ ചന്ദ്ര. അയ്യേ, ഇതെന്താ ഇത്, വായിക്കകത്ത് വെച്ചു കൂട്ടാൻ കൊള്ളത്തില്ലല്ലോ. സച്ചിയും രേവതിയും എല്ലാവരും ആ കറി എടുത്ത് കഴിച്ചപ്പോഴത്തേക്കും വായിക്കകത്ത് വെച്ചു കൂട്ടാൻ കൊള്ളത്തില്ല. എരിവാണോ പുളിയാണോ മധുരമാണോ എന്നൊന്നും അറിയത്തില്ലാത്തൊരവസ്ഥ. എല്ലാവരും അങ്ങ് ചുമയ്ക്കാനും തുടങ്ങിയില്ല. ഭയങ്കര എരിവാണെന്ന് തോന്നുന്നു. അങ്ങനെ സച്ചി നമ്മുടെ രേവതിയുടെ തലക്കിട്ട് കൊട്ടുന്നു. ശ്രുതിയല്ല വർഷയാണെങ്കിൽ ശ്രീകാന്തിന്റെ തലക്കിട്ട് കൊട്ടുന്നു. വല്ലാത്തൊരവസ്ഥ. അങ്ങനെ നമ്മുടെ ചന്ദ്ര ചോദിച്ചു, എന്താ അടി ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്? അത് പിന്നെ ഫുഡ് അമ്മേ, ഫുഡെന്ന് പറയാൻ പറ്റൂ ഇതിന്? അപ്പൊ നമ്മുടെ വർഷ പറഞ്ഞു, എന്റെ പൊന്നും ശ്രുതി ചേച്ചി, സത്യം പറയാലോ, ഇത് വായി വെക്കാൻ കൊള്ളത്തില്ല, ഇതിന് ഒരു ടേസ്റ്റും ഇല്ല, ഇങ്ങനെയാണോ ഉണ്ടാക്കുന്നത്? അപ്പോഴത്തേക്ക് ചന്ദ്രയും ശ്രീകാന്തും സച്ചിയൊക്കെ വെള്ളം കുടിക്കാൻ തുടങ്ങി. സച്ചി പറഞ്ഞു, എന്തൊരു എരിവാ ഇത്, എരിഞ്ഞിട്ട് അമ്മയുടെ കണ്ണീന്ന് വരെ വെള്ളം വന്നിട്ടുണ്ട്. ഇതിപ്പോ പണി തരാൻ വേണ്ടി കരുതി കൂട്ടി തന്നെയാ ശ്രുതി ചെയ്തത്. ചെടിയാണോടി ഈ കറി ഞാൻ നിന്റെ തലയില് ഒഴുകിവിട്ടോ? അല്ല ആന്റി, ഞാൻ കരുതി കൂട്ടിയൊന്നും അല്ല. എന്റെ പൊന്നു ചന്ദ്രേ, നിന്റെ തലയില ഇത് ആദ്യം ഒഴിക്കേണ്ടത്. വെക്കാനും വിളമ്പാനും അറിയാത്ത ഇവളെ കൊണ്ട് നീ എന്തിനാ ഈ പണിയൊക്കെ ചെയ്യിച്ചത്? അതുകൊണ്ടല്ലേ ഇതിപ്പോ കഴിക്കേണ്ട ഒരു അവസ്ഥ വന്നത്. രേവതിയുടെ 7 അയലത്ത് വരില്ല എങ്കിലും കഴിക്കാൻ കൊള്ളാവുന്ന രീതിയിൽ ഇവിടെ പാചകം ചെയ്യാറുണ്ടല്ലോ. എപ്പോഴും അടി ചെയ്തത്? ചുമ്മാ പറയല്ലേ, അയ്യോ ഒരു വഴിക്കും കൊള്ളത്തില്ല, കഴിക്കാൻ പറ്റത്തില്ല എന്ന്. വർഷ പറഞ്ഞു, എന്റെ പൊന്നു ശ്രുതി ചേച്ചി, ആന്റി നീ അടുക്കളപ്പടി ചെയ്യിപ്പിക്കാതിരിക്കാനാണോ ഇങ്ങനെയൊക്കെ ഫുഡ് ഉണ്ടാക്കിയത്? അയ്യോ അങ്ങനെയൊന്നും അല്ല, എനിക്കറിയാവുന്നത് പോലെ ഞാൻ ഇതൊക്കെ ഉണ്ടാക്കിയത്. എന്റെ പൊന്നു മോളെ, നീ ഇനി അടുക്കള കയറി പാചകം ചെയ്യല്ലേ, സഹിക്കാൻ പറ്റുന്നില്ല. രേവതി ചെയ്തോളും, ഞങ്ങക്ക് പട്ടിണി കിടക്കാൻ വയ്യാത്തത് കൊണ്ടാ മോളിനി ദയവേത് അടുക്കള കയറണ്ടായെന്ന്. ഈ സമയത്ത് ചന്ദ്ര, അവള് ഉള്ളിൽ സന്തോഷിക്കായിരിക്കും, അവൾക്ക് അടുക്കള കയറണ്ടല്ലോ. എടി നിന്നെ ഒരു നിമിഷം പോലും വെറുതെ ഇരിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ലടി. അത് പിന്നെ ഒരു കാര്യം ചെയ്യേ, അമ്മയും അച്ഛനും എല്ലാവരും കുറച്ച് സമയം വെയിറ്റ് ചെയ്യേ, ഞാൻ ഫുഡ് ഉണ്ടാക്കി തരാന്ന് രേവതി. അപ്പോഴത്തേക്കും ചന്ദ്ര പറഞ്ഞു, ഇവളൊക്കെ എന്നാ ചെയ്യേണ്ടതെന്നറിയാമോ ശ്രുതി, നീ എല്ലാവരുടെയും തുണി അലക്ക്, നിനക്ക് അതാ പറ്റിയ പണി. ഇതൊക്കെ വേസ്റ്റ് ബിന്നിൽ കൊണ്ട് തട്ടിയിട്ട് പാത്രം കഴുകി വെച്ചതിന് ശേഷം മതി തുണി അലക്കുന്നത്. അപ്പൊ നമ്മുടെ വർഷ പറഞ്ഞു, അതേ രേവതി ചേച്ചി, ഇപ്പൊ ഫുഡൊന്നും ഉണ്ടാക്കാൻ പോകണ്ടാട്ടോ, ഞാനൊരു കാര്യം ചെയ്യാം, ഫുഡ് ഓർഡർ ചെയ്യാന്ന്. ഈ സമയത്ത് ശ്രുതി കയറി വരികയാണ് കേട്ടോ. ശ്രുതി കയറി വന്നത് ചന്ദ്ര ചോദിച്ചു, അത് പിന്നെ നീ എന്താടാ ഷോറൂമിൽ പോകാത്തത്, നീ തിരിച്ചു വന്നത്? അത് പിന്നെ ഫോൺ എടുക്കാൻ മറന്നു, അതുകൊണ്ടാണ് ഞാൻ തിരിച്ചു വന്നത്. ഫോൺ എടുക്കാൻ വന്നതോ? അപ്പോഴത്തേക്ക് നമ്മുടെ സച്ചിക്ക് ഒരു ട്രിക്ക് തോന്നി. സച്ചി പതുക്കെ ഫോൺ അങ്ങോട്ട് എടുത്തിട്ട് കയ്യിൽ അങ്ങോട്ട് പിടിച്ചിട്ട് മിസ് കോൾ വിട്ട് നോക്കുകയാണ്. എവിടെന്ന്? നമ്മുടെ സച്ചിയുടെ ഫോണിന്ന്. അപ്പോഴത്തേക്ക് ഫോൺ ബെല്ലടിക്കുന്നത് നമ്മുടെ സുധിയുടെ പോക്കറ്റിൽ കിടന്ന്.
ഫോണ്. അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രീകാന്ത് പറഞ്ഞു, ഫോൺ ഏട്ടന്റെ പോക്കറ്റിലുണ്ടല്ലോ. അത് ശരിയാണല്ലോ, ഫോൺ എന്റെ പോക്കറ്റിലുണ്ടല്ലോ. അപ്പോഴത്തേക്ക് ചന്ദ്ര പറഞ്ഞു, എടാ നീ പറഞ്ഞു പറ്റിക്കായിരുന്നല്ലേ, എടാ നിക്കണം അവിടെ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ചന്ദ്ര പുറകെ ഓടിയപ്പോഴത്തേക്കും നമ്മുടെ സച്ചി, ദേ അച്ഛാ ഞാനാ അവനെ വിളിച്ചത്, അവന്റെ ഈ പോക്കറ്റില് ഫോൺ ഉണ്ടെന്ന് എനിക്കറിയായിരുന്നു. ഈ സമയത്ത് നമ്മുടെ ശ്രീകാന്ത് പറയാ, ഇപ്പൊ മനസ്സിലായില്ലേ നമ്മുടെ ശ്രുതിയേട്ടൻ എന്തിനാ വന്നതെന്ന്? അവനിങ്ങോട്ട് വരട്ടെ, അവൻ വന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായി എന്ന് പറഞ്ഞു ശ്രുതിയുടെ മുഖത്തേക്ക് ഒരു നോട്ടം. ഈ സമയത്ത് ചന്ദ്രയോട് ചോദിച്ചു രവീന്ദ്രൻ, ഇതൊക്കെ ശരിയാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഇതാണ് ശരി, ഇതാണ് എന്റെ ശരി, ഇത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്, വേറെ ആർക്കും തോന്നിയില്ലെങ്കിൽ ദാണ്ട കിടക്കുന്നു, ഞാൻ ആരോടാ ചോദിച്ചത് എന്നുള്ള രീതിയിൽ നമ്മുടെ രവീന്ദ്രൻ ഇരിക്കാം. എന്നാൽ ഈ സീനൊക്കെ കഴിഞ്ഞു. പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാല് രേവതി ആണെങ്കിൽ TV കണ്ടുകൊണ്ടിരുന്ന് പൂ കെട്ടുകയാണ് കേട്ടോ. ഇതിനിടയ്ക്ക് കോമഡി എങ്ങാണ്ടാ കാണുന്നത്. നമ്മുടെ ഏഷ്യാനെറ്റിലെ കോമഡി സ്റ്റാർസ് എങ്ങാണ്ട് കണ്ടിട്ട് ഭയങ്കര ചിരിയും പൂകെട്ടലും കൂടെ ഒരുമിച്ചാട്ടോ നടക്കുന്നത്. രേവതിയുടെ ആദ്യത്തെ സംഭവമാണ് ഇതൊക്കെ. രേവതി ഇങ്ങനെയൊന്നും ചെയ്തിട്ടില്ലല്ലോ. അതായത് TV കണ്ടോണ്ട് പൂവൊന്നും കെട്ടിയിട്ടില്ല. അപ്പോഴത്തേക്ക് നമ്മുടെ സച്ചി വന്നിട്ട് നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്കും രേവതി ഇരുന്ന് ഭയങ്കര ചിരി. സച്ചി രേവതി പൂ കെട്ടുന്നത് നോക്കുന്നു, TV നോക്കുന്നു. ഏതായാലും സച്ചിക്ക് സന്തോഷമായിട്ടോ. രേവതി ചിരിക്കുന്നത് സച്ചിക്ക് ഭയങ്കര സന്തോഷമാണല്ലോ. അങ്ങനെ നമ്മുടെ സച്ചിയോട് ചോദിച്ചു, എന്താ സച്ചിയായിട്ട് ഇങ്ങനെ നോക്കുന്നത്, എന്നെ ഇതിനു മുമ്പ് കണ്ടിട്ടില്ലേ? അല്ല, കണ്ണ് കെട്ടി മാല കെട്ടുന്നു, ഇപ്പൊ TV കണ്ടുകൊണ്ട് മാല കെട്ടുന്നു, എങ്ങനെ കെട്ടിയാലും പെർഫെക്റ്റ് ആയിരിക്കും, ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു? എന്റെ എക്സ്പീരിയൻസ് അത് തന്നെ. അപ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്ര അവിടെ ഇരുന്ന് ചിരിക്കാണ് കേട്ടോ. ചന്ദ്രയോട് സച്ചു പറഞ്ഞു, അമ്മ ഇവളോട് TV കണ്ടോളാൻ പറഞ്ഞത് അബദ്ധമായി പോയി, ഇപ്പൊ ഇവിടെ TV ഓഫ് ചെയ്യുന്നില്ല. അപ്പോഴത്തേക്കുമാണ് ശ്രുതി കെട്ടുകണക്കിന് തുണിയായിട്ട് സ്റ്റെയർ ഇറക്കി വരുന്നത്. ഏതായാലും നമ്മുടെ രേവതി നോക്കിയപ്പോഴത്തേക്കും ദേ വരുന്നു നമ്മുടെ ശ്രുതി കെട്ടുകണക്കിന് തുണിയുമായിട്ട്. അപ്പൊ ചന്ദ്ര പറഞ്ഞു, അതെ രേവതി മോള് TV കാണട്ടെ, അതിനിപ്പോ നിനക്ക് എന്താണെന്ന് ശ്രുതി കേൾക്കാൻ വേണ്ടിയാണ് കേട്ടോ. അപ്പൊ നമ്മുടെ രേവതി സച്ചിയോട് പറഞ്ഞു, കേട്ടോ അമ്മ പറഞ്ഞതെന്ന്. ഈ സമയത്ത് ശ്രുതി തുണിയായിട്ട് പോകാൻ തുടങ്ങിയപ്പോഴത്തേക്കും ചന്ദ്ര പിടിച്ചു നിർത്തിയിട്ട്, എടി നീ അവിടെ നിന്നേ, ഇതില് കുറച്ച് തുണിയും കൂടെ കാണാനുണ്ടല്ലോ, ഇതില് സച്ചിയുടെ രേവതിയുടെ തുണി എന്തിയെ? അപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി പറഞ്ഞു, അത് അവരലക്കിക്കോളും. അത് അവരലക്കാനോ? അതെ, നിന്നോട് എല്ലാവരുടെയും തുണി അലക്കാനല്ലേ പറഞ്ഞത്. അപ്പോഴത്തേക്ക് രേവതി പറഞ്ഞു, വേണ്ടമ്മേ, ഞങ്ങളുടെ ഡ്രസ്സ് ഞങ്ങൾ തന്നെ അലക്കിക്കോളാം, അതിന്റെ ഒന്നും ഒരാവശ്യമില്ല. രേവതി പോയി അലക്കാനുള്ള ഡ്രസ്സ് എടുത്തിട്ട് വന്നേ, ഇവളുടെ കൈ കൊടുത്തേ. അയ്യോ അത് വേണ്ടമ്മേ, ഞങ്ങൾ അലക്കിക്കോളാം. നമ്മുടെ സച്ചിക്കാണ് ചിരി വരികയാണ് ഇതൊക്കെ കണ്ടിട്ട്. ചന്ദ്രൻ നിർബന്ധിക്കുവാണ് രേവതിയോട്, നീ പോയി എടുത്തിട്ട് വാ മോളെ, നീ പോയി എടുത്തിട്ട് വാ. അപ്പോഴത്തേക്ക് സച്ചി പറഞ്ഞു, എന്റെ പൊന്നു രേവതി നീ പോയി എടുക്ക്, പാർലറിടത്തിനെ കൊണ്ട് തുണി അലക്കിക്കാൻ കിട്ടിയ അവസരമാണ്, പാഴാക്കരുതേ. പാർലറിടത്തി ആദ്യമൊക്കെ ചെറിയ വിഷമൊക്കെ തോന്നും, അതൊക്കെ പതുക്കെ ശീലമായിക്കോളൂ കേട്ടോ. ദേ അമ്മേ, ദേ അലക്കി കഴിഞ്ഞിട്ടേ പാർലറിടത്തേക്ക് ഏത് ജോലിയാ കൊടുക്കേണ്ടത് വല്ല കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അമ്മ അത് എന്നോട് രേവതിയോട് ചോദിച്ചാൽ മതി. അടുത്ത ജോലി എന്താണെന്ന് ഞങ്ങൾ പറഞ്ഞു തരാം. പിന്നെ രേവതിക്ക് അറിയാലോ ഇവിടുത്തെ ജോലി എന്താ ഏതാന്നൊക്കെ, അവള് കറക്റ്റ് ആയിട്ട് പറഞ്ഞു തരുന്നേ എന്ന്. അപ്പോഴത്തേക്കും നമ്മുടെ രേവതിയുടെ കുറച്ച് സാരിയും അതുപോലെ തന്നെ നമ്മുടെ സച്ചിയുടെ ഷർട്ടൊക്കെ ആയിട്ട് വന്നു. അപ്പോഴത്തേക്കും ചന്ദ്ര പറഞ്ഞു, ചെല്ലടി ശ്രുതി നീ പോയി തുണി മേടിക്കാന്. അങ്ങനെ നമ്മുടെ രേവതിയുടെ കയ്യിൽ നിന്ന് ചന്ദ്രയല്ല ശ്രുതി തുണി മേടിക്കുകയാണ് അലക്കാനായിട്ട്. പറയാതിരിക്കാൻ പറ്റത്തില്ല, ചന്ദ്രയ്ക്കല്ല നമ്മുടെ ശ്രുതിക്ക് വന്നൊരു പറ്റ്. ഇതുപോലെ നമ്മുടെ ശ്രുതിക്ക് ഒരു 8ന്റെ പണി കിട്ടുന്ന ശ്രുതി ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായിരിക്കത്തില്ല. അത് നമ്മുടെ ചന്ദ്രയുടെ കയ്യിൽ നിന്ന് അതുപോലെ ഒരു പണിയാണ് നമ്മുടെ ശ്രുതിക്ക് കിട്ടിയിരിക്കുന്നത്. നമ്മുടെ സച്ചിക്കും ചന്ദ്രയ്ക്കും വിശ്വസിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ നമ്മുടെ സച്ചി, എന്റെ അമ്മോ ഇതൊക്കെ കാണുമ്പോഴേ കോരിത്തരിക്കുക, എനിക്കും കോരിത്തരിക്കുക. അയ്യോ വല്ലാത്തൊരവസ്ഥയല്ലേ? അതെ രേവതി കോരിത്തരിക്കുന്നുണ്ട്, അത് ഉറപ്പാ. ഇനിയിപ്പൊ തുണി അലക്കുന്ന ഒന്ന് കണ്ടേക്കാന്ന് പറഞ്ഞ സച്ചി രേവതി പോയി തുണി അലക്കുന്നൊക്കെ കാണുകയാണ് കേട്ടോ. എവിടെ നിന്ന് നമ്മുടെ ചന്ദ്രയുടെ തുണിയൊക്കെ വലിച്ചെടുത്ത് കീറി കുത്തി പിടിച്ചിട്ടാട്ടോ അലക്കുന്നത്. നമ്മുടെ ചന്ദ്രനെ അലക്കുന്ന രീതിയിൽ തന്നെയാ തുണി അലക്കുന്നത്. ഇതെല്ലാം കണ്ടുകൊണ്ട് നമ്മുടെ ശ്രുതി വരിക. ശ്രുതി നോക്കുമ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി ആണെങ്കിൽ ഭയങ്കര തുണിയലക്കം. അപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി, എന്റെ അമ്മയോടുള്ള ദേഷ്യം അവൾ ആ സാരിയിൽ തീർക്കാന്നാ തോന്നുന്നത്. യോ അലക്കുന്നത് കണ്ടില്ലേ, ഭാവം കണ്ടില്ലേ, അമ്മയുടെ കഴുത്ത് പിടിച്ചവള് ഞെരിക്കുക, അത് ഉറപ്പാ അവൾ അത് തന്നെയാ ചെയ്യുന്നതെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രുതിയുടെ അടുത്തേക്ക് വന്നു കേട്ടോ. ശ്രുതിയുടെ അടുത്തേക്ക് പതുക്കെ വന്നിട്ട്, അയ്യോ എന്റെ പൊന്നു ശ്രുതി, ദേ നിർത്തിക്കേ, നീ ഒന്ന് നോക്ക്, ദേ എന്റെ പൊന്നു ശ്രുതി ഒന്ന് മാറിപ്പോകുന്നുണ്ടോ? നിനക്ക് എന്നോട് ദേഷ്യമാണോ? ഞാൻ ആകെ തിളച്ചിരിക്കാം, എന്നെ കഴുത്തി താലി കെട്ടിയവനാണെന്നൊന്നും നോക്കൂലേ, ഞാൻ ഇടിച്ച്. അയ്യോ വേണ്ട ഇടിക്കൊന്നും വേണ്ട, ദേ അടുക്കള വന്ന് ഇതേ ചോദ്യം തന്നെയല്ലേ ചോദിച്ചത്? എന്നിട്ട് ആന്റി വന്നപ്പോഴത്തേക്കും ഞാൻ ചോദിച്ചു എന്നായി. എന്തൊരു മനുഷ്യനാ നിങ്ങള്, നാണമുണ്ടോ? ഞാൻ
ശ്രുതിയോട് സംസാരിച്ചു, എന്നോടൊന്നും മിണ്ടിയില്ല എന്നല്ലേ പറഞ്ഞത്. എന്നിട്ട് നൈസായിട്ട് എസ്കേപ്പ് അടിച്ചില്ലേ. എല്ലാം മറ്റുള്ളവരുടെ തലയിലിട്ട് എസ്കേപ്പ് ആകുന്നതിന് മിടുക്കനാണല്ലോ നിങ്ങള്, മിടുക്കൻ. എല്ലാ ഐഡിയയും എന്റേതാണെന്നല്ലേ നിങ്ങൾ പറഞ്ഞു കൊടുത്തത്. ശ്രുതി ഒരുത്തം കാരണമാണ് ഞാനിപ്പോ തുണി അലക്കുകയും അനുഭവിക്കുകയൊക്കെ ചെയ്യുന്നത്. അത് പിന്നെ ശ്രുതി, ഐ എം വെരി സോറി. ഒരു സോറി കൊണ്ട് ചാക്കി പൊഴിഞ്ഞ് പോലെ പുഴയിലും തള്ളിക്കും. എന്നോട് എന്തിനാ സംസാരിക്കാൻ വരുന്നത്? എന്നോട് മിണ്ടരുന്നല്ലേ സുധിയുടെ അമ്മ പറഞ്ഞിരിക്കുന്നത്. പിന്നെ എന്തിനാ എന്നോട് സംസാരിക്കുന്നത്? സുധിയുടെ അമ്മ ഇപ്പം ഇങ്ങോട്ടേക്ക് വന്നാലേ ഞാൻ വിളിച്ചു വരുത്തുകയെന്ന് പറഞ്ഞ് സുധി എസ്കേപ്പ് അടിക്കില്ലേ. സുധിയുടെ അമ്മയുടെ കയ്യിൽ നിന്ന് വഴക്ക് കേൾപ്പിക്കാൻ വേണ്ടിയല്ലേ ഇങ്ങോട്ടേക്ക് വന്നത്. എന്റെ പൊന്നു ശ്രുതി, അതിനൊന്നും അല്ല. നീ ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടുന്നത് കാണുമ്പോ എനിക്ക് നല്ല വിഷമമുണ്ട്. കൂടുതൽ വിഷമിപ്പിക്കാതെ ഒന്ന് പോയി തരുവോ? എന്റെ മുമ്പിൽ വന്ന് നിന്നേക്കത്ത്. ഞാൻ വല്ലതും വിളിച്ച് പറയും കേട്ടോ. ശ്രുതിയുടെ അമ്മ എന്നെ ഇവിടെ നരയിപ്പിക്കുക. അലക്കാൻ തന്ന കൂട്ടത്തിലെ രേവതിയുടെ സച്ചിയുടെ വരെ തുണികളുണ്ട്. അയ്യോ, ഇതൊക്കെ നീ എന്തിനാ അലക്കുന്നത്? അലക്കിയില്ലെങ്കിലേ ശ്രുതിയുടെ അമ്മയെ കഴുത്തിന് പിടിച്ച് ഞെക്കി വെളി തള്ളുന്ന രേവതിനെ ഇപ്പൊ എടുത്ത് ആന്റി തല വെച്ചേക്കല്ലേ, എന്നെ തറയിലിട്ട് ചവിട്ടുക. അപ്പോഴത്തേക്ക് ശ്രുതി പറഞ്ഞു, പോട്ടെ സാരമില്ല. കഷ്ടമായി പോയല്ലോ, രേവതിയുടെ സച്ചിയുടെ തുണി അലക്കേണ്ടി വരുന്ന ഗതികേടെന്നൊക്കെ പറഞ്ഞാല് അതെ, ഇതെന്റെ ഗതികേട് തന്നെയാ. ശ്രുതിക്ക് വേണ്ടിയല്ലേ ഇതെല്ലാം ഞാൻ സഹിക്കുന്നത്, ശ്രുതിക്ക് വേണ്ടിയല്ലേ ഞാൻ കള്ളനായത്, ശ്രുതിക്ക് വേണ്ടിയല്ലേ എല്ലാം ചെയ്തത് ഞാൻ. ശ്രുതി കൂടെ നിന്നിരുന്നെങ്കിൽ എനിക്ക് ഇത്രയ്ക്ക് വിഷമം ഉണ്ടാവില്ലായിരുന്നു. ഇതിപ്പോ ഞാൻ ഒറ്റയ്ക്കായില്ലേ. ഇല്ല ശ്രുതി, നീ ഒറ്റയ്ക്കല്ല, ഞാനൊന്ന് നിന്റെ കൂടെ. നീ എന്തിനാ പേടിക്കുന്നത്? ഞാൻ എന്ന് നിന്റെ കൂടെ ഉണ്ട്. എനിക്കറിയാം, എനിക്ക് നല്ല വിഷമമുണ്ട് അമ്മ ഇങ്ങനെയൊക്കെ കാണിക്കുന്നതില്. പിന്നെ ഭയങ്കര വിഷമമുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിലേ അമ്മയോട് പോയി പറ, എന്നെ കൊണ്ട് ഇങ്ങനെ ജോലി ചെയ്യിപ്പിക്കരുതെന്ന്. അത് പിന്നെ എങ്ങനെയാ ഞാൻ പോയി ശ്രുതി പറയുന്നേ? പറയാൻ പറ്റില്ലല്ലേ, പറയാൻ പറ്റില്ല. നല്ല പേടിയാണല്ലേ, നല്ല പേടി, ചുട്ടുപൊള്ളുന്ന പേടി. എനിക്കറിയാം, പേടിച്ച് ഇങ്ങനെ പേടിത്തുണ്ടനായിട്ട് നടന്നു. അത് പിന്നെ മോളെ ശ്രുതി, നീ ഇങ്ങ് വന്നേ, നീ ഇങ്ങോട്ട് മാറി നിന്നേ, ഞാനേ തുണി അലക്കിക്കോളാം, നീ മാറി നിൽക്ക്. എന്നിട്ട് അതും കൂടി ആന്റി കണ്ടിട്ട് വേണം എന്റെ മെക്കിട്ട് കയറാനായിട്ട്. അമ്മ കണ്ടാൽ എനിക്കൊരു ചുക്കുമില്ല. നീ മാറ, എനിക്ക് സഹിക്കുന്നില്ല. എത്ര കാലം അമ്മേനെ പേടിച്ചിങ്ങനെ ജീവിക്കുന്നത്. നീ ഇങ്ങോട്ട് മാറിക്ക, ഞാൻ അലക്കിക്കോളാം, നീ ബാഗ് പിടിച്ചേ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രുതിയുടെ കയ്യിൽ ബാഗും കൊടുത്തിട്ട് നമ്മുടെ ശ്രുതി അങ്ങോട്ട് തുണി അലക്കാൻ തുടങ്ങിയില്ലേ. പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ രവീന്ദ്രൻ സ്റ്റെയർ ഇറങ്ങി വന്നപ്പോഴത്തേക്കും രേവതി ഇരുന്ന് TV ഒക്കെ കാണുവാണ് കേട്ടോ. അപ്പൊ നമ്മുടെ രവീന്ദ്രൻ ഭയങ്കര ചിരി കേട്ടോ. അപ്പൊ എന്താ ചിരിക്കുന്നത്? ഒന്നുമില്ല, ഞാൻ ചുമ്മാ ചിരിച്ചതാ. അതെ, എനിക്കൊരു ചായ വേണം. അത് പിന്നെ ഞാന് ചായ എടുത്തോണ്ട് വരാം. അയ്യോ വേണ്ട, നീ എടുത്തോണ്ട് വരണ്ട മോളെ, ആള് മാറിയോന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ അച്ഛനൊന്ന് ചോദിച്ചു നോക്കിയതല്ലേ. സാധാരണ TV കണ്ടോണ്ടിരിക്കുന്ന ഒരു ചായ ഒന്നും എടുത്തോണ്ട് തരത്തില്ല. ഞാൻ മാറാനോ? എന്റെ പൊന്നമ്മേ, അല്ല പൊന്നച്ഛ, ഞാൻ മാറത്തില്ല അച്ഛ. ഈ സന്തോഷം ഒന്നും ശാശ്വതമല്ലെന്ന് എനിക്കറിയാം. എന്തായാലും മോളുടെ മുഖത്ത് ഇപ്പം തെളിച്ചൊക്കെ ഉണ്ട് കേട്ടോ, ഐശ്വര്യമുണ്ട്. പണ്ടൊക്കെ മുത്തശ്ശി പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, മനസ്സ് നിറഞ്ഞ് സന്തോഷം ഉണ്ടായാല് അത് ശരീരത്തും മുഖത്തും ഒക്കെ കാണാൻ പറ്റുന്നു. അതൊക്കെ ഇപ്പൊ സത്യമായല്ലേ അച്ഛ? അത് ശരിയാ, സത്യമൊക്കെ ആയി. ഈ ചിരി എന്നും എന്റെ മോളുടെ മുഖത്തുണ്ടാകണം, അതാ എനിക്ക് കാണേണ്ടത്. ഏതായാലും മോള് ഒരു കാര്യം ചെയ്ത് TV കാണുക. അല്ല, അച്ഛന് ചായ വേണമെങ്കിൽ ഞാൻ ചായ ഇട്ട് തരാം. വേണ്ട, മോള് ചായ ഒന്നും ഇട്ട് വരണ്ട. അച്ഛന്റെ മനസ്സ് നിറഞ്ഞു, ഇപ്പൊ ചായ ഒരു 10 ചായ കുടിച്ചതിന് തുല്യമായി എന്ന് പറഞ്ഞ് നമ്മുടെ രവീന്ദ്രൻ അങ്ങ് പോയിട്ടോ. സച്ചി പിന്നെയും പൂ കെട്ടാൻ തുടങ്ങി. സച്ചിയല്ല, സോറി, രേവതി. ഈ സമയത്താണെങ്കിൽ ശ്രുതി അലക്ക് ഭയങ്കര അലക്ക്. അപ്പോഴാണ് നമ്മുടെ സച്ചി വരുന്നത്. സച്ചി ഒന്ന് നോക്കിയപ്പോഴത്തേക്കും ശ്രുതി ഭയങ്കര അലക്ക്. സച്ചിയുടെ കണ്ണു തള്ളുവാണ് കേട്ടോ. സച്ചി ആണെങ്കിൽ ഇവൻ പിന്നെ വന്നല്ലേ, നീ അലക്കടാ, നിനക്ക് കുറച്ച് കഴിയുമ്പം ഭയങ്കര അലക്ക് കിട്ടും, നിന്നെ എന്റെ അമ്മ എടുത്ത് അലക്കും, നീ അലക്കടാ. അപ്പോഴത്തേക്ക് സച്ചി ഓടി ഡൈവ് ചെയ്ത് നേരെ രേവതിയുടെ അടുത്തേക്ക് ചെന്നു. അതേ രേവതി, അമ്മ എന്തി? അത് പിന്നെ അമ്മ വർഷയുടെ മുറിയിലുണ്ട്. ആണോ? എന്നാ ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. അമ്മയെ വിളിച്ചോണ്ട് ഓടി ചെല്ലുക ചന്ദ്രയുടെ അടുത്തേക്ക്. അപ്പൊ ചന്ദ്ര വന്ന് ചോദിച്ചു, എന്താടാ നീ ഇങ്ങ് വന്നേ? അല്ല സോറി, അമ്മ ഇങ്ങ് വന്നേ, ഒരു കാര്യം ഞാൻ കാണിച്ചു തരാന്ന് പറഞ്ഞപ്പോഴത്തേക്കും എന്ത് കാണിച്ചു തരാനാ? രേവതി, നീയും നിനക്കും കാണാനുള്ളതുണ്ടെന്ന് പറഞ്ഞ് രേവതിനെ കൂട്ടിക്കൊണ്ട് പോവാണ്. എവിടെ? നമ്മുടെ ശ്രുതി അലക്കുന്ന സ്ഥലത്തേക്ക്. അയ്യോ, ശ്രുതി ഭയങ്കര അലക്കല്ലേ. ചന്ദ്ര ചെല്ലുമ്പോ ശ്രുതി അലക്ക് പെട്ടിയും ബാഗും ഒക്കെ ആയിട്ട് നമ്മുടെ ശ്രുതി അവിടെ നിപ്പുണ്ട്. അങ്ങനെ സച്ചി കാണിച്ചു കൊടുത്തു ചന്ദ്രനെ. നോക്കിക്കേ, അമ്മ നോക്കിക്കേ, ഭാര്യനെ സഹായിക്കുക. അയ്യോ എന്തൊരു സ്നേഹമാ, കാഴ്ച കാണ്. അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മുടെ രേവതി ചോദിച്ചു, ഇദ്ദേഹമായിട്ട് വന്നതാണോ അതോ ഇനിയിപ്പം ശ്രുതി വിളിച്ചു വരുത്തിയതാണോ? അതൊന്നും എനിക്ക് അറിയില്ല രേവതിന്ന്. അപ്പൊ നമ്മുടെ ചന്ദ്രയ്ക്ക് ദേഷ്യം വന്നിട്ട്, കേട്ടോ നാളെ ഉണ്ടോടാ നിനക്കെന്നും പറഞ്ഞിട്ട് അങ്ങോട്ട് ചെന്നില്ലേ? നിന്നോട് ഞാൻ എന്താ പറഞ്ഞത്? ഞാൻ പറഞ്ഞ നീ കേൾക്കത്തില്ലല്ലേ? നിന്നെ ഇന്ന് ഞാനുണ്ടല്ലോ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ചന്ദ്ര നമ്മുടെ ശ്രുതിനെ ഓടിച്ചിട്ട് തല്ലുവാണ്. ഓടാൻ തുടങ്ങിയപ്പോഴത്തേക്ക് നമ്മുടെ സച്ചി പിടിച്ചു വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഓരോറ്റ ഓർണം കൊടുത്തില്ലേ നമ്മുടെ ശ്രുതിക്കിട്ട്. നാണം കെട്ടവര്, എന്താണ് നീ കാണിച്ചത്?
ആഹാ, നിന്നെ ഇവള് വിളിച്ചു വരുത്തിയതാണോ അതോ നീ ആയിട്ട് വന്നതാണോ? അത് പിന്നെ എന്നെ 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 അപ്പോഴത്തേക്ക് വീണ്ടും ചോദിക്കുക, പറയടാ, ആരാടാ നിന്നെ വിളിച്ചു വരുത്തിയത്? അപ്പൊ ശ്രുതി പറഞ്ഞു, ഞാൻ ആരെയും വിളിച്ചു വരുത്തിയിട്ടൊന്നുമില്ല. ഓഹോ, അപ്പൊ നീ ആയിട്ട് വന്നതാണല്ലേ? അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി ആ എന്ന് വെച്ചോണ്ടിരിക്കുക. എന്നിട്ട് എങ്ങനെയൊക്കെയോ നമ്മുടെ ശ്രുതി സച്ചിയുടെ കയ്യിൽ നിന്ന് വഴുതി ഓടി കേട്ടോ. ഏതായാലും ഈ സമയത്ത് ചന്ദ്ര ചെന്നിട്ട്, നീ കള്ളേ പറയത്തുള്ളൂ, നീ തന്നെ അടി വിളിച്ചു വരുത്തിയത് എന്റെ മോനെ, എന്റെ മോൻ പാവ, എനിക്കറിയാം, നീ വിളിച്ചു വരുത്തിയത്, അത് ഉറപ്പാ. എടി ദുഷ്ടത്തി, എന്റെ മോനെ കൊണ്ട് നീ തുണി അലക്കിപ്പിക്കുകയാണല്ലേ, സൂത്രം പ്രയോഗിച്ച് നീ അവനെ വരുത്തിച്ചല്ലേ. എടി നിന്റെ കഴുത്തിൽ താലി കെട്ടിയവനല്ലേടി അവനെ, അവനെ കൊണ്ടാണോടി ഇങ്ങനെയൊക്കെ ചെയ്യിക്കുന്നത്? അത് പിന്നെ ഞാനൊന്നും അല്ല ചെയ്യിച്ചത്, ഞാൻ പറഞ്ഞിട്ടൊന്നുമില്ല. ഓ, നുണ പറയുന്നവള്, നുണച്ചി പാറു. ഇതിനുള്ള ശിക്ഷ ഞാൻ നിനക്ക് വേറെ തരുന്നുണ്ട്, നോക്കിക്കോ. നീയേ ഇത് അലക്കിയിട്ട് ബാക്കി ഞാന് പിന്നെ തരാം. ശിക്ഷകൾ ഓരോന്നോരോന്നായിട്ട് തരാം. നീ അലക്കിയിട്ട് വാടി എന്ന് പറഞ്ഞൊരു ദേഷ്യം വന്നിട്ട് നമ്മുടെ ചന്ദ്ര അങ്ങ് പോയി. അപ്പോഴത്തേക്കും നമ്മുടെ രേവതി, സച്ചേട്ട ഇങ്ങ് വന്നെന്ന് പറഞ്ഞ് സച്ചിനെ വിളിച്ചോണ്ട് അങ്ങ് പോകാൻ തുടങ്ങിയപ്പോഴത്തേക്ക് സച്ചി പറഞ്ഞു, അതെ, ഞങ്ങളുടെ ഡ്രസ്സ് നന്നായിട്ട് അലക്കിക്കണം കേട്ടോ. അല്ല രേവതി, ഷർട്ടിന്റെ പോക്കറ്റിൽ ക്യാഷ് വല്ലതും ഉണ്ടോ? ചിലപ്പോ ക്യാഷ് ഉണ്ടോ ഇവള് അടിച്ചു മാറ്റും. അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി പറഞ്ഞു, ഓ പിന്നെ ക്യാഷ് അടിച്ചു മാറ്റി. എനിക്കറിയാടി എന്റെ പൊന്നോ, നീ ആരാ സാധനം, എന്റെ ഏട്ടനേക്കാളും വലിയ കള്ളിയാ നീ. ക്യാഷ് കണ്ടാ നീ അടിച്ചു മാറ്റും എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സച്ചി രേവതി അങ്ങ് പോയി കേട്ടോ. ഈ സമയത്ത് ശ്രുതിക്ക് ഇതുപോലെ അക്കിടി പറ്റാനുണ്ടോ? ശ്രുതി ആണെങ്കിൽ കോപ്പ് കാലി വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് വീണ്ടും ചെന്ന് നമ്മുടെ ചന്ദ്രയുടെ സാരി എടുത്ത് കുത്തുകയോ മറിക്കുകയോ അടിക്കുകയോ ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാല് നമ്മുടെ ശ്രുതി ഇങ്ങനെ ബെഡൊക്കെ വിരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേക്ക് ചന്ദ്ര കയറി വന്നിട്ട്, അതെ മഹാറാണി പള്ളി ഉറക്കത്തിലുള്ള സമയമായിരിക്കും അല്ലേ? അതെ ആന്റി, കിടക്കാൻ പോവാ. ആണോ? എന്നാ പോയി നീ ഒരു ബെഡ്ഷീറ്റ് എടുത്തിട്ട് വാ. എന്നാ പോയി ഞാൻ എടുത്തിട്ട് വരാം ആന്റി എന്ന് പറഞ്ഞ് സന്തോഷത്തോടുകൂടി ചിരിച്ചിട്ട് ബെഡ്ഷീറ്റ് എടുക്കാൻ പോവാണ് കേട്ടോ. അങ്ങനെ അലമാര തുറന്നു ഒരു ബെഡ്ഷീറ്റ് ഒക്കെ എടുത്തോണ്ട് വന്നു. നമ്മുടെ ശ്രുതി വിചാരിക്കുന്ന ഇപ്പം ബെഡ്ഷീറ്റ് വിരിപ്പിച്ച് നമ്മുടെ ശ്രുതിനെ കിടത്താനാണെന്ന്. ഈ സമയത്ത് ശ്രുതിയും വന്നു കേട്ടോ. ശ്രുതി വന്നിട്ട് ഇങ്ങനെ റൂമിനകത്തേക്ക് കയറി വന്ന് ഉടനെ തന്നെ നമ്മുടെ ചന്ദ്രയോട് ചോദിച്ചു, അല്ല ഇത് ആർക്ക് കൊടുക്കാനാ? സച്ചിക്ക് കൊടുക്കാനാണോ? എന്റെ പൊന്നമ്മ, സച്ചിക്ക് കൊടുക്കാനാണെങ്കിൽ ഞാൻ എടുത്തു തരത്തില്ലായിരുന്നോ എന്ന്. ഏതായാലും ഒരു ബെഡ്ഷീറ്റ് കൂടെ എടുക്കാൻ പറഞ്ഞ് 2 ബെഡ്ഷീറ്റ് നമ്മുടെ ശ്രുതിനെ കൊണ്ട് എടുപ്പിക്കുകയാണ്. എന്നിട്ട് 2 പേർക്ക് 2 പായും തലകണയും ബെഡ്ഷീറ്റും കൊടുത്തു കേട്ടോ. എന്നിട്ട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യ്, ഇതും കൊണ്ട് 2 പേരും കൂടെ വെളിയിലേക്ക് പോ. സച്ചി, രേവതി ഇങ്ങോട്ടേക്ക് വന്നേന്ന് പറഞ്ഞ് സച്ചിനെ രേവതിനെ വിളിച്ചു. അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി, സച്ചിക്ക് രേവതിക്ക് ഇത് കൊടുക്കാൻ വേണ്ടി ആയിരിക്കും അല്ലേ? അതിന്റെ ഒന്നും ഒരു ആവശ്യമില്ലെന്ന്, അവർ വന്ന് എടുത്തോണ്ട് പോകത്തില്ല, അല്ലെങ്കിൽ ഇതെടുത്ത് പുറത്ത് വലിച്ചെറിഞ്ഞാൽ പോരെ, അവരെടുത്തോണ്ട് പോകത്തില്ലേ എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും ചന്ദ്ര ഒന്നും മിണ്ടുന്നില്ല. അപ്പോഴത്തേക്കും നമ്മുടെ സച്ചി രേവതി എത്തിയിട്ടോ. സച്ചി രേവതി എത്തിയിട്ട്, എന്താ അമ്മ വിളിച്ചത് എന്ന് ചോദിച്ചു. അപ്പോഴത്തേക്കും ശ്രുതി പറഞ്ഞു, അത് പിന്നെ ഈ പായും തലകണയൊക്കെ തരാൻ വേണ്ടിയിട്ടാ, എന്നാ പിടിക്കുക എന്ന് പറഞ്ഞ് ഇത് കൊടുക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും ചന്ദ്ര പറഞ്ഞു, നിക്ക് ദേ ഹോളില് ഇവർ 2 പേരും കിടക്കുന്ന സ്ഥലമില്ലേ, സ്റ്റെയർകേസിന്റെ അടിയില്, അവിടെ പോയി കിടക്ക് നിങ്ങൾ 2 പേരും. എന്താ അമ്മ ഈ പറയുന്നത്? അവിടെ പോയി കിടക്കണം. അപ്പൊ രേവതിയും പേടിച്ചു പോയി. നമ്മുടെ ശ്രുതിനെയും നിലത്ത് കിടത്താൻ ഒരിക്കലും സമ്മതിക്കാത്ത ചന്ദ്രയാണ്. അതിൽ ചന്ദ്ര ഈ സമയത്ത് പറഞ്ഞു, അത് പിന്നെ ആ പൂജാമുറിയുടെ അടുത്തുള്ള സ്ഥലം ഉണ്ടല്ലോ, ദേ മഹാരാജാവ്, നീ അവിടെ പോയി കിടക്കാന് ശ്രുതിയോട്. അപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി, എന്താ അമ്മ ഇത് ഇങ്ങനെയൊക്കെ പറയുന്നത്? ഇങ്ങനെയൊക്കെ ആയിരിക്കും ഇനി. അതെ, സച്ചിൻ രേവതിയും കട്ടിലേ കിടന്നോ, അവര് പോയി നിലത്ത് കിടന്നോളും. സച്ചിൻ രേവതി മന്താളിച്ചു പോയില്ലേ, എന്റെ ദൈവമേ, ഏതായാലും കുറച്ച് ദിവസമെങ്കിലും സമാധാനമായിട്ട് റൂമിൽ കിടക്കാൻ പറ്റൂലോ നമ്മുടെ സച്ചിക്കും രേവതിക്കും. ഏതായാലും ഈ സമയത്ത് നമ്മുടെ രേവതി പറഞ്ഞു, വേണ്ട, ഞങ്ങള് വെളിയിൽ കിടന്നോളാം. കുറെ നാളായില്ലേ നിങ്ങള് പുറത്ത് കിടക്കാൻ തുടങ്ങിയിട്ട്, ഇനിയിപ്പോ പുറത്തൊന്നും കിടക്കണ്ട, കുറച്ചു ദിവസം ഇവിടെ കിടക്ക്. അപ്പൊ ശ്രുതി പറഞ്ഞു, എനിക്കും ശ്രുതിക്കും കിടന്നാൽ ഉറക്കം കിട്ടത്തില്ല, ഞങ്ങൾ എങ്ങനെയാ പായിൽ കിടക്കുന്നത്? നിങ്ങൾ ഉറങ്ങേ വേണ്ട. അത് പിന്നെ അവിടെ നിറച്ച് കൊതുകുണ്ടമ്മേ. നിന്നെയൊക്കെ ഒരു കൊതുകും കടിക്കത്തില്ല, നിന്റെ ഒന്നും ചോര കൊതുകിന് പോലും വേണ്ട. കടിച്ചിട്ടുണ്ടെങ്കിൽ കൊതുക് ചത്തുപോകും, അത്രയ്ക്ക് വിഷമല്ലേ നിന്റെയൊക്കെ ഉള്ളില്, പ്രത്യേകിച്ച് നിന്റെ ഉള്ളില്, കേട്ടോടി ശ്രുതി എന്നിങ്ങനെ പറഞ്ഞു. ഈ സമയത്ത് രേവതി സച്ചിൻ ചിരിച്ചോണ്ട് നിൽക്കാണ് കേട്ടോ. നല്ലൊരു പുഞ്ചിരിയൊക്കെ പാസ്സാക്കുന്നുണ്ട്. ഈ സമയത്ത് ശ്രുതി പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ 2 പേരും കൂടെ മുകളിൽ ടെറസിൽ പോയി കിടന്നോളാം. വേണ്ട, ഞാൻ പറഞ്ഞതൊക്കെ മറന്നോ? നീ എങ്ങാണ് ഇവളുടെ അടുത്ത് പോയാല് 2 പേര് 2ആയിട്ട് കിടന്നാ മതി. നീ ഇത് ഇവളോട് മിന്റെ കഥ കഴിക്കും. ഞാൻ 2 പേരും ഞാൻ പറഞ്ഞ സ്ഥലത്ത് പോയി കിടക്കാൻ പറഞ്ഞു ഓടിച്ചു വിടുവാണേ. അങ്ങനെ 2 പേരും പുറത്താക്കിയിട്ട് നമ്മുടെ ചന്ദ്ര പറഞ്ഞത്, AC ഇടാൻ മറക്കരുത് കേട്ടോ, AC ഇട്ടിട്ട് കിടന്നോണെന്ന്. എന്നിട്ട് ചന്ദ്ര പോകാൻ തുടങ്ങിയത് നമ്മുടെ രേവതിനെ കയറി ഒരു ഒറ്റപ്പിടുത്തം സച്ചി. അപ്പോഴത്തേക്കും ചന്ദ്ര നോക്കിയിട്ട് ഒരു ചിരിയോടൊക്കെ നിന്നിട്ട്
ഞാൻ പോട്ടെ എന്നിട്ട് പോരെ എന്നുള്ള രീതിയിൽ അങ്ങനെ ചന്ദ്ര അങ്ങ് പോകുന്നു. സച്ചി രേവതി ചിരിച്ചോണ്ട് നിൽക്കുന്നു. ഈ സീൻ കാണിച്ചിട്ടാട്ടോ ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. ഏതായാലും നമ്മുടെ ശ്രുതി ഒരു കള്ളത്തരം ചെയ്തുകൊണ്ട് കുറച്ച് ദിവസമെങ്കിലും രേവതിക്കും സച്ചിക്ക് സന്തോഷിക്കാൻ പറ്റുന്നുള്ളൂ. അപ്പൊ ടാറ്റ ബൈ ബൈ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ലൈക്ക് അടിക്കാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുതേ.